പാർലമെന്റിൽ ശൈത്യകാല സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് പാർലമെന്റിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചർച്ചകൾക്ക് സംവാദങ്ങൾക്കൊക്കെ വേദിയാണിത്. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ വേണം. പക്ഷേ അതോടൊപ്പം തന്നെ രാജ്യ പുരോഗതിക്ക് കരുത്തേകാനുള്ള ചില നിർണായക ബില്ലുകൾ കൂടി നമുക്ക് അവതരിപ്പിക്കണം. അത് വിശദമായി ചർച്ച ചെയ്ത് അത് പാസ്സാക്കേണ്ടതാണെങ്കിൽ അത് പാസ്സാക്കണം. അങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ കൂടി നടപ്പിലാക്കേണ്ട ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ കൂടിയാണ് പാർലമെൻറ്റ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച സെഷൻ വലിയ രീതിയിൽ ബഹളത്തിലാണ് കലാശിക്കുന്നത്. SIR എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ശക്തമായ ബഹളം ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിൽ, രാജ്യസഭയിലായാലും ശരി ലോക്സഭയിലായാലും ശരി, ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ചോദ്യോത്തരവേള അടക്കം തടസ്സപ്പെടുത്തി. ചോദ്യോത്തരവേള, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, നടപടികൾ, ഇതൊക്കെ ഇവിടം വരെ എത്തി. അതിലെന്തൊക്കെ പുരോഗതികളുണ്ട്, സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള കൃത്യമായി തന്നെ ഒരു അവസരമാണ്, പ്രതിപക്ഷത്തിനും ലഭിക്കുന്ന ഒരു അവസരമാണ്. പക്ഷേ അതൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് SIR എന്ന് മാത്രം ഇങ്ങനെ ബഹളമുണ്ടാക്കി പാർലമെന്റിന്റെ ഇരുസഭകളിൽ വലിയ ബഹളമുണ്ടാക്കുകയാണ് ഇന്ത്യ സഖ്യം. നടുത്തളത്തിലിറങ്ങി വലിയ രീതിയിൽ ബഹളമുണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വേണോ? കാരണം ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്, നമുക്ക് SIRലും ചർച്ചയാവാം, വിശദമായി തന്നെ നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ ബഹളം ഉണ്ടാക്കുന്നതെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒപ്പം വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ചർച്ച, അതും കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ബീഹാറിലേറ്റ കനത്ത പരാജയത്തിൻ്റെ ജാള്യത മറയ്ക്കാനാണ് ഇങ്ങനെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ബഹളമുണ്ടാക്കി തടസ്സപ്പെടുത്തുന്നതെന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് BJP പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചത്. നോക്കാം നമുക്ക് ഇന്നെന്താണ് സംഭവിക്കുന്നതെന്ന്. ജിഷ്ണു തയ്യാറാണ് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, സ്വാഗതം പുത്തമ്പുരിയിലേക്ക്. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് രാജ്യ തലസ്ഥാനത്തേക്ക് തന്നെയാണ്. ഇന്ന് എങ്ങനെയായിരിക്കും സഭാ നടപടികൾ മുന്നോട്ട് പോവുക? സർക്കാർ എന്താണ് പറയുന്നത്? ശ്യാമ, നമസ്തേ, ഗുഡ് മോർണിംഗ്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ 3-ാം ദിനമാണ് ഇന്ന്. ഇന്നും പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റിൽ പ്രതിഷേധിക്കാനാണ് നീക്കം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ആദ്യ 2 ദിവസങ്ങളിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലും SIRന് മേൽ ചർച്ച വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പാർലമെന്റിന്റെ എല്ലാ നടപടികളും തുടർച്ചയായി തടസ്സപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിൽ സ്പീക്കർ ഒരു പരിധി കടന്നുകൊണ്ടുള്ള ശാസന വരെ പ്രതിപക്ഷ നേതാക്കൾക്ക് മുൻപിലേക്ക് വെച്ചിട്ട് പോലും വഴങ്ങാതെയും മുഴുവൻ നടപടികളും തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് പ്രതിപക്ഷ അംഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. SIR-മേൽ ചർച്ചയാകാം എന്ന് കേന്ദ്ര സർക്കാർ ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ച സഭയിൽ നടത്തും. ചർച്ചകൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകും. എന്നാൽ അത്തരത്തിൽ ചർച്ച നീട്ടിവെക്കാനാകില്ല. അടിയന്തരമായി തന്നെ SIR-മേൽ ചർച്ച വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്നാൽ അതിന് കൃത്യമായ മറുപടിയും പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഉപാധിയും പ്രതിപക്ഷം വെക്കേണ്ടതില്ല. മുൻഗണനാക്രമം അനുസരിച്ച് എല്ലാ വിഷയങ്ങളും പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യും. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അത്തരം നിരവധി വിഷയങ്ങൾ പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാനുണ്ട്. സഭാ നടപടികൾക്കനുസൃതമായി മുൻഗണനാക്രമത്തിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. അതിനപ്പുറത്തേക്കൊരു ഉപാധി, അതായത് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെ പ്രതികരിച്ചത് SIR അടിയന്തരമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ സഭാ നടപടികളോട് ഞങ്ങൾ സഹകരിക്കാം എന്നുള്ളതാണ്. അതിനാണ് വളരെ കൃത്യമായ മറുപടി കിരൺ റിജിജു നൽകിയത്. അത്തരത്തിലൊരു ഉപാധിയും പ്രതിപക്ഷം വെക്കേണ്ടതില്ല. മുൻഗണനാക്രമത്തിൽ എല്ലാ വിഷയങ്ങളും സഭ ചർച്ച ചെയ്യും. സഭാ നടപടികളോട് സഹകരിക്കണം. അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ പരിശോധിക്കുമ്പോൾ, അത് വർഷകാല സമ്മേളനമാണെങ്കിലും കഴിഞ്ഞ ബജറ്റ് സമ്മേളനമാണെങ്കിലും എല്ലാ സമ്മേളനങ്ങളിലും ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിന്മേൽ ചർച്ച വേണമെന്ന വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സഭയുടെ ചോദ്യോത്തര വേള ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം മുൻപോട്ട് പോകും. പിന്നീട് ആ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തു പോകും. ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രതിപക്ഷം സഭയിൽ സ്വീകരിക്കുന്ന നിലപാട് എന്ന് എടുത്തു പറയേണ്ടി വരും. നേരത്തെയും നമ്മൾ പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ജനങ്ങൾ പാർലമെൻറ്റ് നടപടികൾ കണ്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായ ജനാധിപത്യ പ്രതിഷേധങ്ങൾ മുൻപും പാർലമെന്റിനകത്തുണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് മാധ്യമ ശ്രദ്ധ നേടുന്ന തരത്തിലുള്ള നീക്കം ഈ അടുത്ത കാലത്താണ് പ്രതിപക്ഷം സ്വീകരിച്ചു തുടങ്ങിയത്. അതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും 3-ാം ദിവസവും ഇന്നും പാർലമെന്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതൊക്കെ കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ട് തോന്നിപ്പോകുക, ഈ ബീഹാറിലേറ്റ തോൽവി ഒന്നും മറയ്ക്കാനാണോ ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കുന്നത്?